ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ് മീൻ വറക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു സിമ്പിൾ രീതിയിലാണ് മത്തി വറുത്തത് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടത് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില ഇതെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് പിഴുപുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. പക്ഷെ ചിലർ അതിന് വിനാഗിരി ഒഴിക്കും, അല്ലെങ്കിൽ നാരങ്ങാനീര്. പക്ഷെ ഞാനിവിടെ പിഴുപുളിയാണ്, കാരണം അമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിഴുപുളി ഒഴിച്ച്. പക്ഷെ അതിനൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മത്തി, ഞാനിപ്പോൾ ഓരോ മത്തി വെച്ച് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. കാരണം അത് ഓരോ മത്തിയുടെ അതെടുത്തിട്ട് അതിൻ്റെ വയറിൻ്റെ അകത്തും എല്ലാം നല്ലപോലെ തേച്ച് കൊടുക്കണം. സാധാരണ ഞാൻ വീട്ടിൽ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് തേക്കുന്നത്. ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പം നല്ലതായിട്ട് വരഞ്ഞ് നമ്മൾ മത്തി നല്ലപോലെ വരയണം. വരഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഈ മസാല തേച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം അതുപോലെ തേച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് റാപ്പ് ചെയ്യണം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലിട്ടേക്കണേ. അതിന് ശേഷം നല്ലപോലെ റാപ്പ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറിനോ ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിതിപ്പം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിത് പതുക്കെ റാപ്പൊക്കെ അഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഞാൻ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒക്കെ ഉപയോഗിക്കാം. ഏത് എണ്ണയാണെന്ന് വെച്ചാൽ അതിൽ ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണയെ ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. കറിവേപ്പിലയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ആ സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. കറിവേപ്പിലയും കൂടെ അതിൻ്റെ ഇടുന്നുണ്ട്. അങ്ങനെ എനിക്ക് 2 ഇടുന്നുള്ളൂ. കാരണം ഒത്തിരി നമ്മളെ ഫിഷ് അങ്ങനെ ഇടണ്ട്, ചെറിയ ചീനച്ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് 2 വെച്ച് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കുരുമുളകിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂണിന് പകരം 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. അപ്പോൾ എരിവ് ഇച്ചിരി കൂടെ കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ എല്ലാ ഫിഷും ഫ്രൈ ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ റെസിപ്പി. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.